ടെക് ഹാക്കർക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന പ്രൊഫൈൽ ലൈറ്റ് ഇടുന്ന ഒരു വീഡിയോ ആണ്. ഒരുപാട് ആൾക്കാർ പ്രൊഫൈൽ ലൈറ്റ് എങ്ങനെ ഇടാന്നുള്ളൊരു ചോദ്യം ഞാൻ സീലിങ്ങിൻ്റെ ലൈറ്റ് ഇട്ട ഒരു വീഡിയോയിൽ ചോദിച്ചതാണ്. പലപ്പോഴും ചെയ്യണം എന്ന് വിചാരിച്ചു, സമയം കിട്ടാത്തതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു പ്രൊഫൈൽ ലൈറ്റ് എങ്ങനെ സിമ്പിളായിട്ട് കട്ട് ചെയ്ത് ഇടാന്നുള്ളതാണ്. പലരും സിമ്പിൾ എന്ന് പറയുന്നുണ്ടെങ്കിലും സിമ്പിൾ ആയിരിക്കില്ല. കംപ്ലീറ്റ് കട്ട് ചെയ്ത് പൊടിയൊക്കെ പാറ്റി ആകെ അൽക്കുലത്താക്കിയിട്ടായിരിക്കും ചെയ്യുക. ഞാനിന്ന് സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് വെച്ചേക്കും. അപ്പോൾ താഴെക്കാണ് നമ്മൾ ബട്ടൺ ഓൾ എന്നുള്ളതിനെ കണക്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പ്രൊഫൈലിൻ്റെ ചാനൽ ഇതാണ്. ഇതിൽ ഒരുപാട് ടൈപ്പ് വരുന്നുണ്ട്. ഇതിൻ്റെ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീതി കൂടിയത്, അതുപോലെ തന്നെ തിക്നെസ് കൂടിയതും കുറഞ്ഞതും വരുന്നുണ്ട്. ഇതിപ്പോൾ തിക്നെസ് കൂടിയത് വരുന്നുണ്ട്, 12 mm വരെ തിക്നെസ് ഉള്ളതും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് തിക്ക് കുറഞ്ഞിട്ടുള്ള തിന്നായിട്ടുള്ള ഈ 5 mm തിക്നെസ് മാത്രം ഉള്ളതുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ 5 mm തിക്നെസ് ഉള്ളതിനും ചില ആൾക്കാർ കംപ്ലീറ്റ് ബോർഡിൻ്റെ തിക്ക് കട്ട് ചെയ്തിട്ട് കാണലുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള രീതിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ LED സ്ട്രിപ്പ് വാങ്ങുന്ന സമയത്തും ഒരുപാട് ശ്രദ്ധിക്കാറുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ് എന്ന് പറയുന്നത് കട്ട് ചെയ്യാൻ പറ്റാത്ത 2 മീറ്റർ നീളമുള്ളത്, അതുപോലെ തന്നെ 1 മീറ്റർ നീളത്തിൽ ഹാഫ് മീറ്ററിൽ കട്ടിങ് പോയിന്റ് വരുന്നതൊക്കെ ആയിട്ടുള്ള സ്ട്രിപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതൊന്നല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ സാധാരണ നമ്മളെ സ്ട്രിപ്പിൻ്റെ പോലെ തന്നെ കുറച്ച് സ്ട്രിപ്പിൻ്റെ LED ലൈറ്റിൻ്റെ ബൾബിൻ്റെ എണ്ണം കൂടിയതാണ് ഉപയോഗിക്കുന്നത്. അതായത് ഇത് 120 ലൈറ്റ് മുതൽ 240 ലൈറ്റ് വരെയുള്ള നമ്മളെ സ്ട്രിപ്പുകൾ വാങ്ങാൻ വേണ്ടി കിട്ടും. അപ്പോൾ ഈ 240യുടെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ബ്രൈറ്റ്നസ് ആയിരിക്കും, കുറച്ചുകൂടി നമുക്ക് കാണാനൊരു ലുക്ക് ഉണ്ടാവും. നമ്മൾ സാധാരണ 120 എടുക്കുന്നതാണെങ്കിൽ ഡിപ്പ് ആയിട്ട് ആ ഒരു ഡോട്ട് എടുത്ത് കാണിക്കും. ഇതിൽ ആ ഡോട്ട് എടുത്ത് കാണിക്കില്ല. അപ്പോൾ പ്രൈസിൽ അതുപോലെ തന്നെ നല്ല മാറ്റമുണ്ട്. നമ്മുടെ സാധാരണ 120 വരുന്നതാണെങ്കിൽ ഏകദേശം 300 രൂപയോളം നമുക്ക് 5 മീറ്റർ വരുന്ന സമയത്ത് ഈ ഒരു പ്രൊഫൈലിന് വരുന്നത് ഏകദേശം 900 രൂപയോളം വരുന്നുണ്ട്. അതായത് 3 ഇരട്ടി വരുന്നുണ്ട്. നമ്മൾ സാധാരണയായിട്ട് ആ ഒരു 120 ഒക്കെ വെച്ച് കൊടുക്കുന്ന കിച്ചൻ്റെ അടിയിലെ ഭാഗത്തേക്കുള്ള ആ ഒരു ലൈറ്റിങ് ചെയ്യാനും അതുപോലെ തന്നെ വാർഡ്രോബ് അതിൻ്റെ അകത്തൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ പിന്നെ ഒരു ഷോ മാത്രമേ ഉള്ളൂ, ജസ്റ്റ് ഒരു ഷോ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിന് നമുക്ക് വെളിച്ചത്തിനും കൂടി ആവശ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ പ്രൊഫൈൽ ചാനൽ എന്ന് പറയുന്നത് ക്വാളിറ്റി ഉള്ളതും ക്വാളിറ്റി ഇല്ലാത്തതും വരുന്നുണ്ട്. സ്ക്രാപ്പ് മെറ്റീരിയൽ അല്ലാത്ത നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഇതുപോലെ ഒരു ഫിലിമോട് കൂടിയ, ഇതിൻ്റെ മുകളിലൊരു പ്രൊട്ടക്ഷൻ ഫിലിമോട് കൂടിയ നമ്മുടെ ഇതിൻ്റെ കവറിങ്ങോട് കൂടി ഈ ഒരു പ്രൊഫൈൽ വാങ്ങുന്നതാണെങ്കിൽ 1 മീറ്ററിന് 100 രൂപയാണ് വരുന്നത്. ഇത് രണ്ടും കൂടിയിട്ട് കുറഞ്ഞത് 60 രൂപ മുതൽ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ഈ ചാനലിനെ പറ്റിയും അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റിനെ പറ്റിയും പറയാനുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെ കട്ട് ചെയ്യാന്നുള്ളതും അതുപോലെ തന്നെ എങ്ങനെ കട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്യാന്നുള്ളതും കാണാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് 2.5 മീറ്ററും ഇവിടുന്ന് ഇങ്ങനെ 4 മീറ്ററായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 70 വരെ ഇതാണ് നമ്മൾ സെൻറ്റർ വരിക. അപ്പോൾ ഇവിടുന്ന് ബ്ലൂ മാർക്ക് ഇട്ടിട്ട് ലൈൻ മാർക്ക് ചെയ്യണം. ലൈൻ മാർക്ക് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. അപ്പോൾ ഏതായാലും ഇനി ലൈൻ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ചാല അടിച്ച് വെച്ചിട്ട് കട്ട് ചെയ്യൽ. അപ്പോൾ സിമ്പിളായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളിനിപ്പോൾ വീതി കംപ്ലീറ്റ് 12 mm കട്ട് ചെയ്തെടുക്കുന്നതാണെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യൽ. അതുപോലെ തന്നെ ഈ 10 mm ആയാലും 5 mm ആയാലും എല്ലാം ഇങ്ങനെ തന്നെ ചെയ്യൽ. ഇപ്പോൾ നൈഫ് വെച്ചിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കും 2 ഭാഗം. നമ്മൾ ഈ ഇതുവരെ മാത്രമേ ബ്ലേഡ് വെച്ചിട്ട് കട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഈ ലൈൻ തീരുന്നവരെ കട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് അടുത്ത പ്രാവശ്യം ഇത് മാറ്റി വെക്കുന്ന സമയത്ത് ബോർഡിൻ്റെ അവിടെ കൊണ്ട് നിൽക്കില്ല, സ്ട്രൈറ്റ് ലൈൻ കിട്ടാണ്ടായിപ്പോൾ. അപ്പോൾ വരുന്ന സമയത്ത് ഒരു ഇഞ്ചോ 1.5 ഇഞ്ചോ നമ്മളവിടെ വിട്ടിട്ട് ബാക്കിയുള്ളത് വരുമോ. അപ്പോൾ ഇതാണ് നമ്മൾ ചാനൽ ഇത് കട്ട് ചെയ്യാൻ വേണ്ടി, പ്രൊഫൈൽ കട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരളവ് അല്ലെങ്കിൽ ഒരു തോത് എന്നൊക്കെ പറയുന്ന സാധനം. അപ്പോൾ ഇത് നമ്മളെ 3/4 ഇഞ്ചിൻ്റെ അലൂമിനിയം പൈപ്പാണ്. 3/4 ഇഞ്ച് ഉണ്ടാവില്ല, 3/4 ഇഞ്ച് കുറച്ച് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു പ്രൊഫൈലിൻ്റെ വീതിക്ക് കറക്റ്റായിട്ട് ഉണ്ടാവുക. ഈസി ആയിട്ട് തന്നെ അത് ഇത് ഇങ്ങനെ ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. വീതി കറക്റ്റായിരിക്കും, അതുപോലെ തന്നെ സ്ട്രൈറ്റ് ലൈനും കിട്ടും. പെയിൻറ്റുകാർക്ക് അധികം വർക്ക് ഉണ്ടാവില്ല, ജസ്റ്റ് ഒന്ന് ഇത് ടച്ച് ചെയ്ത് പോകാനേ ഉണ്ടാവും. പുട്ടി അധികം വൃത്തികേടായിട്ടുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇനി ഇതിങ്ങനെ കട്ട് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. ഇത് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുക കേട്ടോ. നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. പഴയ ഒരു ചിസലെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു വീതി ആക്കിയതാണ്. അപ്പോൾ ഈ ഒരു ചിസൽ വെച്ചിട്ടാണ് നമ്മൾ കട്ടിങ് എടുക്കൽ. ഈ ചെറുതിന് 5 mm മാത്രമാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്. 12 mm ആണെങ്കിൽ നമ്മൾ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്ത് പീസങ്ങ് എടുത്ത് കളയலாம். അപ്പോൾ ഇതിങ്ങനെ വെക്കും, എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ തള്ളി വിട്ടോളൂ. എത്രയാണെന്ന് നമുക്ക് തിക്നെസ് വേണ്ടേ അതുപോലെ കിട്ടും. കുറച്ച് ടൈം എടുക്കും. നമ്മൾ കട്ടർ എടുത്തിട്ടുള്ള ആ ഒരു പൊടി സംഭവം എല്ലാം കുറച്ച് കുറവായിരിക്കും. അതിനെക്കാട്ടിൽ എത്രയോ സൗകര്യമാണ്.
അപ്പോൾ ഇതിൻ്റെ പവർ എടുക്കാനുള്ള ലൈനായത് ഏകദേശം ഒരു ഇഞ്ച് വീതി മാത്രമുള്ള SMPS ആണ് ഇതിന് വരുന്നത്. അപ്പോൾ കുറച്ച് വീതി കൂട്ടണം. നമ്മളിപ്പോൾ ഓൾറെഡി ചെയ്തതിനാകട്ടെ കുറച്ച് വീതി കൂട്ടിയിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ കയറ്റാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ SMPS വാങ്ങുന്ന സമയത്ത് ഞാനിത് കംപ്ലീറ്റ് ഇപ്പോൾ ടോട്ടൽ വരുന്നത് 5ഉം ഏകദേശം 13 മീറ്റർ വരുന്നുണ്ട്. 13 മീറ്റർ ഓടാൻ വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള സിംഗിളായിട്ടുള്ളൊരു SMPS വാങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ അത് വാങ്ങുന്ന സമയത്ത് നമുക്ക് എയർ കൂൾഡ് ആയിട്ടുള്ള തന്നെ വാങ്ങാം. പിന്നെ ഇതിൽ 2 ലൈൻ എടുക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ഡിമ്മാവാതെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ലൈൻ എടുക്കാൻ വേണ്ടി പറ്റും. 2 പോസിറ്റീവും 2 നെഗറ്റീവും 12 വോൾട്ട് ഔട്ട്പുട്ട് അതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് 2 ഭാഗത്തേക്കായിട്ടുള്ള ലൈൻ ഇട്ട് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും ഒരുപോലെ ബ്രൈറ്റ്നസ് കിട്ടും. നമ്മൾ ഒരു ലൈനായിട്ട് കംപ്ലീറ്റ് ഇടുന്നതാണെങ്കിൽ ഇങ്ങനെ എൻഡിൽ വരുന്ന സമയത്ത് ചിലപ്പോൾ ബ്രൈറ്റ്നസ് കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇനി SMPS കണക്ട് ചെയ്യാൻ വേണ്ടി പോയാണ്. അപ്പോൾ ഈ പ്രൊഫൈൽ നമ്മൾ 45 കട്ട് ചെയ്യാൻ വേണ്ടി പോയിന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ബിവൽ വെച്ചിട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് കട്ടർ ഇട്ടിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി. ഇപ്പോൾ 45 കട്ടായി. നമ്മളിനി വയർ ഇറക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഒന്ന് കട്ടായി കൊടുക്കുന്നു. ഇപ്പോൾ കട്ടിങ് കഴിഞ്ഞു. നമ്മളിപ്പോൾ ചാനൽ കയറ്റാൻ വേണ്ടി പോയത് ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ 2 ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിലൊന്നിൽ ഗം ഉപയോഗിക്കേണ്ട. പിന്നെ രണ്ടാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിൽ സ്ക്രൂ ചെയ്യാം. ഇതിൽ നമ്മൾ ഒരു സൈഡിലേക്ക് എപ്പോഴും നമുക്ക് ചാനൽ കിട്ടാൻ സാധ്യതയുണ്ട് സ്ക്രൂ ചെയ്യാൻ വേണ്ടി. എന്നാൽ ഈ ഒരു ഭാഗത്ത് ചില സമയത്ത് നമുക്ക് കിട്ടിയെന്ന് വരില്ല. ഈ ഒരു ടൈപ്പ് ആകുന്ന സമയത്ത് നമുക്ക് എവിടെ വേണമെങ്കിൽ സ്ക്രൂ ചെയ്യാം. ഞാൻ ഇതുവരെ ഇട്ട് കഴിഞ്ഞു. ഈ ബാക്കി തന്നെ ഇടാനുള്ളത് ഈ ഒരു L ഷേപ്പിൽ തന്നെ ഇടാൻ ബാക്കിയുള്ളത്. പിന്നെ ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുട്ടിയിട്ട് പെയിൻ്റ് അടിച്ച് ഫൈനലായിട്ട് ഒരു കോട്ട് ബാലൻസ് ഉള്ള സമയത്ത് ഇത് ചെയ്യണം. കംപ്ലീറ്റ് ഫിനിഷ് ആക്കിയതിന് ശേഷം ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ടച്ച് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടാവും. ഇപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ ഏകദേശം 2 കോട്ട് കൂടി അടിക്കാൻ ബാലൻസ് ഉണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് അടിക്കാണ്ട് പുട്ടിയിട്ട് സ്ക്രബ് ചെയ്ത് എല്ലാം ലെവലാക്കിയിട്ട് ഒരു കോട്ട് മാത്രം അടിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇത് സെറ്റാക്കാൻ വേണ്ടി പോയിന്ന്. അപ്പോൾ ഇവിടെ ചാനലുണ്ട്. ഇങ്ങോട്ടൊന്നും ചാനലില്ല. ചാനലില്ലാത്ത സ്ഥലത്തും സുഖമായിട്ട് തന്നെ ഇടാൻ വേണ്ടി പറ്റും. ഈ ഒരു ഭാഗത്ത് ചാനൽ വരുന്നേ ഇല്ല. അപ്പോൾ ഇതാണ് നമ്മൾ സെൻട്രൽ കട്ടിങ്. ഇപ്പോൾ വയറ് നീട്ടി വെച്ചത് നമുക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇത് അകത്തേക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ സ്ട്രിപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ജോയിൻ്റ് ഇട്ടു കൊടുക്കും. അപ്പോൾ സ്ട്രിപ്പ് കണക്ട് ചെയ്യാൻ വേണ്ടി പോയിന്ന് സ്റ്റാർട്ടിങ്ങിലുള്ള ആ ഒരു ഗമ്മൊന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒന്ന് ഇൻസുലേഷൻ അടിച്ചു കൊടുക്കുക. ഇത് ഇളകിപ്പോകാൻ സാധ്യതയുണ്ട് സോൾഡറിങ്. അത് കഴിഞ്ഞിട്ട് ഒന്ന് നീളം കൂട്ടിയിട്ടും ഒന്ന് നീളം കുറഞ്ഞിട്ടും കട്ട് ചെയ്യുക. അഥവാ ഇൻസുലേഷൻ ഇൻ കേസ് കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കോണ്ടാക്റ്റ് ആവാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി പോയിന്ന്. ആരും ഇത് കണ്ടിട്ട് അനുകരിക്കരുത്. ഇത് 12 വോൾട്ട് ആയതുകൊണ്ട് ഞാൻ ഇത് ഇത്ര ധൈര്യത്തിൽ ചെയ്യുന്നു. അപ്പോൾ ഒട്ടിക്കാൻ വേണ്ടി പോയിന്ന്. അപ്പോൾ SMPS വാങ്ങിയുള്ളത് തെർമൽ കട്ട് ഓഫും അതുപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ട് കട്ട് ഓഫും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 2 രീതിയിലാണ് നമുക്കിത് ഈ ഭാഗം ബെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുക. ഒന്നുകിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് വളച്ച് ഒട്ടിച്ചതിന് ശേഷം ഇത് സോൾഡർ ചെയ്തിട്ട് ജോയിൻ ചെയ്യണം. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ മടക്കിയിട്ട് ചെയ്യാം. മടക്കുന്ന സമയത്ത് ഇവിടെ ഇൻസുലേഷൻ കൊടുക്കുന്നത് നല്ലതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി പോയി ഷോർട്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഈ SMPS കട്ട് ഓഫ് ആവും. പിന്നീട് ബുദ്ധിമുട്ടായി പോകും. അപ്പോൾ അതൊന്ന് ഇൻസുലേഷൻ ടേപ്പ് അടിച്ചിട്ട് ഈ കോർണറൊന്ന് പൊട്ടിച്ചു കൊടുക്കും. അപ്പോൾ അതിന് ശേഷം ഒന്ന് ഓണാക്കി വെക്കുന്നതല്ലായിരിക്കും. അഥവാ ഷോർട്ട് ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഇൻസുലേഷൻ ടേപ്പ് അടിച്ചിട്ട് ക്ലിയർ ആയതിനു ശേഷം മാത്രം ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്വിച്ച് ഇടുന്ന സമയത്ത് ഇത് കട്ട് ഓഫ് ആയി പോകും. എന്താ പ്രശ്നം എന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ ഇത് ജോയിൻ ചെയ്യാൻ വേണ്ടി പോയാണ്. ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇത് പ്ലസ്സും മൈനസും നോക്കിയിട്ട് തന്നെ ചെയ്യുക.
അപ്പോൾ +12 വോൾട്ട് മൈനസ് ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് രണ്ടും കൂടി സോൾഡർ ചെയ്ത് കൊടുക്കും. നേരിട്ട് ഇങ്ങനെ സോൾഡർ ചെയ്താൽ മതി, വേറെ വയറോ കഷ്ണങ്ങളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഒന്ന് കത്തിച്ച് നോക്കി. ഓക്കെ ആണ്. അപ്പോൾ കണ്ടിന്യൂറ്റി ഉണ്ട്. ഏകദേശം ഒട്ടിച്ച് കഴിയാറായി. അപ്പോൾ ഇതിൻ്റെ ക്യാപ്പ് കട്ട് ചെയ്യാൻ വേണ്ടി പോയാണ്. ഏകദേശം ഒന്ന് 45 നോക്കിയിട്ട് ആദ്യം ഒന്ന് ടിൻ കട്ടർ വെച്ചിട്ട് ഒരു കട്ടിങ് കട്ട് ചെയ്യുക. എന്നിട്ട് ഒന്ന് മാച്ചിങ് ആണോ എന്ന് നോക്കിയാൽ മതി 45 ആയിട്ട്. അഥവാ പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇത് ഓക്കെയാണ്. നമ്മളിനി ഇതിപ്പോൾ കയറ്റാൻ വേണ്ടി പോയാണ്. അപ്പോൾ ആ ക്യാപ്പ് ഇടാൻ വേണ്ടി പോയാണ്. നമ്മൾ ആ 45 കറക്റ്റായിട്ട് മുറിച്ച ഭാഗം മൂല കറക്റ്റാക്കിയിട്ട് വെക്കുക. എന്നിട്ടൊന്ന് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കയറിക്കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടില്ല, ഈസി ആയിട്ട് ഇടാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലൊരു ഫിലിം ഉണ്ടാവും, ഇത് സ്ക്രാച്ച് ആവാണ്ടിരിക്കാൻ വേണ്ടി, അതൊന്ന് മാറ്റി കൊടുക്കും. അത് വേണമെന്നുണ്ടെങ്കിൽ പെയിൻറ്റ് അടിച്ചതിന് ശേഷം ചെയ്താൽ മതി. ഞാനിതിപ്പോൾ ഈ എൻഡ് വരെ ആക്കിയിട്ട് ഇവിടെ നിർത്തിയാണ്, കാരണം പെയിൻറ്റ് അടിച്ചതിന് ശേഷം ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ അഥവാ ടച്ച് ആയിട്ടുണ്ടെങ്കിലും പെയിൻറ്റിൻ്റെ മുകളിൽ ടച്ചായി പോയിട്ടുണ്ടെങ്കിലും പ്രശ്നമൊന്നും വരില്ല. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ലൈറ്റോട് കൂടി കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ഒന്ന് ഓഫ് ചെയ്യാം. പകൽ കാണുന്ന സമയത്ത് ഈ സ്ട്രിപ്പിൻ്റെ ഈ എഡ്ജും ഈ ഒരു ഭാഗം അലൂമിനിയൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കും. അതുപോലെ തന്നെ ഈ ലൈറ്റിൻ്റെ ആ ഒരു പോർഷനും എടുത്ത് കാണിക്കും. അതേ ഒരു കുഴപ്പമായിട്ട് പറയാനുള്ളൂ. അപ്പോൾ ഈ ക്യാപ്പിടൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ്. നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇട്ട് കൊടുക്കുക വേണ്ടു. അപ്പോൾ ഇതൊക്കെ ഒരുപാട് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൽ വേണമെങ്കിൽ അതിന് ശേഷം നമ്മൾ സീലിംഗ് അടിച്ചതിന് ശേഷം ആയതുകൊണ്ട് ഏതൊരു ആകൃതിയിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. റൗണ്ട് വരില്ല കേട്ടോ. നമുക്ക് സ്ക്വയറായിട്ട് എങ്ങനെ വേണമെങ്കിലും, അല്ലെങ്കിൽ ഡയമണ്ട് ഷേപ്പിൽ, അല്ലെങ്കിൽ ഇത് 2 ലൈൻ പോകുന്ന വിധത്തിൽ, 3-4 ലൈൻ വരുന്ന വിധത്തിൽ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ആ ഒരു ഡിസൈൻ അനുസരിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. പ്ലെയിനായിട്ട് ചെയ്ത് പ്രൊഫൈൽ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ടോട്ടൽ പ്രൈസിൽ നിന്ന് സീലിങ്ങിൻ്റെ പ്രൈസ് കുറക്കാൻ വേണ്ടി പറ്റും. സീലിംഗ് കാണാനും അത്യാവശ്യം നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത്രയും കാര്യമായിട്ട് കാണിക്കാനുള്ളൂ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. പുതിയ വിഷയമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.